നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, ഇതെന്തോ ചതി പറ്റിയത് തന്നെയാ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി സാർ. ശരി. എന്താടേ കേട്ടത്? നീ അറിയാതെ നിന്റെ മൊബൈലിൽ നിന്ന് മോട്ടേപ്പി ആരാ ബാങ്കിന് കൈമാറിയത്? എനിക്കറിയില്ല അച്ഛാ. ഈശ്വര, ഇതിപ്പോ 1-2 രൂപയാണോ? എത്രയും വേഗം പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. സൂര്യ, ഇനിയിപ്പോ ആലോചിച്ച് വെക്കാൻ സമയമില്ല. നീ വേഗം വാ, നമുക്ക് മേലാരെ പോയി കാണാം. സൂര്യ, ഞാനും കൂടി വരാം. വേണ്ട ഭാവന, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. വാച്ചാ ജയ, ഞങ്ങൾ വേഗം വരാം. ഈശ്വര, ആരാ ഈ ചതി ഞങ്ങളോട് ചെയ്തത്? ഇന്നത്തോടെല്ലാം അവസാനിക്കുമെന്നാ തോന്നുന്നത്. എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഈ ധൈര്യം വെച്ചോണ്ടാണ് കക്കാൻ ഇറങ്ങിയത്. കക്കാനോ? വേണ്ടതിനും പറയരുത് കേട്ടോ. പിന്നെ വല്ലവരുടെയും കാശടിച്ച് മാറ്റുന്നതിന് പിന്നെ വേറെ എന്താ പറയണ്ടേ? എടി, നീ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ എന്താ ചെയ്യുന്നത്? മിക്കവാറും കെട്ടിപ്പൂട്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഈശ്വരാ, നീ തന്നെ കാത്തോണേ. എന്താ മോളെ, എന്തായി? അവിടെ സംസാരം നടക്കുന്നത് കേട്ടു. എന്നിട്ടാണോ നിങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് എന്തോടുക്കാനാ? ഇപ്പോഴേ കയ്യും കാലും വിറയ്ക്കുവാ. എന്റെ അച്ഛാ, അച്ഛനായിട്ട് എല്ലാം കുളമാക്കൂ. അതിന് നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ആരറിയാനാ? ദേ, അച്ഛനായിട്ട് ഇത് പാട്ടാക്കൂ. ഏയ്, ഞാൻ ആരോടും പറയില്ല. പറയുന്ന എന്തിനാ? അച്ഛന്റെ ഈ പരിഭ്രമം കാണുമ്പോ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞുവിടും മോളെ. ഇവിടെ കാലിൽ മുള്ളി ചവിട്ടിക്കൊണ്ട് നടക്കുന്നേ. എന്റെ അച്ഛ, വെറുതെ ആവശ്യമില്ലാത്ത സംശയത്തിനൊന്നും ഇട കൊടുക്കരുത്. ഞാൻ പിന്നെന്താ മോളെ വേണ്ടത്? അവിടെ ബാങ്ക് മാനേജർ വിളിച്ചിരുന്നു. സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും 10 കോടി രൂപ എന്തിനാ വിഡ്രോ ചെയ്തെന്നും ചോദിച്ചു. അതൊക്കെ മാനേജർ വിളിച്ച് ചോദിക്കൂ മോളെ. വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പിൻവലിച്ചാ ചോദിക്കും അമ്മേ. ഇനി എന്ത് ചെയ്യും മോളെ? നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അച്ഛ. മറ്റുള്ളവരെ പോലെ ഈ വിഷയം നമ്മളും ആകാംക്ഷയോടെ നേരിടും, അത്രേ ഉള്ളൂ. നിന്റെ ധൈര്യം പോലും അച്ഛനില്ലല്ലോ മോളെ. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും സംശയം നമുക്ക് നേരെ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അമ്മേ, എന്ത് വന്നാലും നമ്മൾ കുലുങ്ങാൻ പാടില്ല, അത്രേ ഉള്ളൂ. പേടിക്കാൻ പോയാലേ പേടിക്കാനേ നേരം കാണും. കണ്ടില്ലേ മോളെ, വാചം അടിക്കുന്ന കേട്ടാ തോന്നും മല മൊത്തം മറിച്ച് കളയുമെന്ന്. ഇതുപോലൊരു പേടിയുള്ള ആളെ ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അജയം പാലത്തറ. ഈശ്വര, ഈ വാലും കൂടി ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എടി പ്രസീദേ, നീ എന്നെ കളിയാക്കണ്ട. എന്റെ പേരിന്റെ വില ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കും കേട്ടോ. എന്നെ കെട്ടിയ നാളെ മുതൽ ഞാനിത് കേൾക്കുന്നതാ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? എന്നിട്ട് രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിക്ക്. ഒരിക്കലും നമ്മളെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. കണ്ടില്ലേ അവള് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയത്? അപ്പൊ അവക്കും വിശ്വാസമില്ലെന്നല്ലേ? ഓനെ ഇരിക്കും. സൂര്യയുടെ ഫോണിലേക്ക് വന്ന OTP ഷെയർ ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആയത്. സൂര്യ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാരാ അത് ചെയ്തത്? എൻ്റെ ഫോൺ ഞാനല്ലാതെ മറ്റാരും യൂസ് ചെയ്തിട്ടില്ല സർ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? വിദേശ അക്കൗണ്ടിലേക്കാ ക്യാഷ് പോയിട്ടുള്ളത്. സൂര്യ ഫോൺ ലോക്ക് ചെയ്യാറില്ലേ? ഇല്ല സർ, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ 9 മണിക്കാണ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സർ. ഉറപ്പാണോ? ആ അതെ സർ.
ഒരു 10 മണിക്ക് ശേഷമാ ഞാൻ പുറത്തേക്ക് പോയത്. ഇത് വിചിത്രമായിരിക്കുന്നല്ലോ സൂര്യ. ഫോണിലേക്ക് OTP വന്നിട്ടുണ്ടെങ്കിൽ അത് ഫോണിൽ തന്നെ കാണണ്ടേ സർ? അതെ, സൂര്യയുടെ ഫോണിലേക്ക് വന്ന OTP നമ്പർ ഷെയർ ചെയ്ത ഡീറ്റെയിൽസാ. ദാ. സൂര്യയുടെ പെർമിഷനോടുകൂടിയാണ് ക്യാഷ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ വ്യക്തമായ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം. സൂര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും കാശുണ്ടെന്ന് മനസ്സിലാക്കിയ ആരോ തന്ത്രപൂർവ്വം ചെയ്ത ചതിയാ സാർ അത്. സൂര്യ എന്നുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? വീട്ടിൽ നിന്ന് പുറത്തുനിന്നുള്ള ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല സർ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ സംശയിക്കാവുന്ന തരത്തിലൊരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല സർ. മിക്കവാറും ഫോൺ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. സർ, എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകളും മറ്റും ടാപ്പ് ചെയ്യുന്ന ചില ബിരുദന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത്തരത്തിലാരെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ സാർ? ഞാനത് വിശ്വസിക്കില്ല സാർ. എനിക്ക് പിന്നെ കൊള്ളാലോ. ഇതിന് പിന്നില് നമ്മൾ അറിയാത്ത എന്തോ ഒരു നീക്കം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഇതിപ്പോ ഓൺലൈൻ തട്ടിപ്പിന്റെ കാലമാണല്ലോ സർ. ഇനിയിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് വേണം സമാധാനം പറയാൻ. പക്ഷേ ഇവിടെ സൂര്യയുടെ പെർമിഷനോടെയാണ് ക്യാഷ് പോയിരിക്കുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് ഇപ്പോൾ തന്നെ കൊടുക്കണം. ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ തന്നെ തരാം. എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ശരി സർ. ആന്റി, ആന്റി വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. പിന്നെ ഞാൻ എന്താ വേണ്ടത് ഭാവനെ? ഇത് നിസ്സാര കാശാണോ? ഈശ്വര, വന്ന് വന്ന് ബാങ്കിനെ വിശ്വസിക്കാൻ വയ്യാതായോ? ആന്റി, എന്തായാലും സൂര്യ അങ്കിളും പോയിരിക്കല്ലേ, അവര് വരട്ടെ. അന്നേ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സുജിത്തിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തേന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. സൂര്യ ചെയ്യാനിരുന്ന പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. സൂര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും ക്യാഷ് ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാ ഇത് ചെയ്തത്. എന്നാലും അതെങ്ങനെ ആന്റി? ഒരു ബാങ്കിനെ വിശ്വസിച്ചല്ലേ ഓരോരുത്തരും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതിപ്പോ ബാങ്കിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണല്ലോ. ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ആന്റി, ഭാവന, ദേ അവരെത്തി. മോനെ, സൂര്യ. എന്തായി? ദേവേട്ട, സൂര്യ, സൂര്യ എന്തായി? ദേവേട്ട എന്തായി? മാനേജർ എന്ത് പറഞ്ഞു? എന്താ? മാറ്. എടാ, മാനേജർ എന്ത് പറഞ്ഞു? വ്യക്തമായിട്ടൊന്ന് പറ. ആരാ ഈ ചതി ചെയ്തേ? അറിയില്ലമ്മേ. ക്യാഷ് പോയിരിക്കുന്നത് NRI അക്കൗണ്ടിലേക്ക്. ദൈവമേ,